നമസ്കാരം. നേമം നിയോജക മണ്ഡലത്തിൽ താൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ബി.ജെ.പിയിലെ ചിലരെങ്കിലും ഈ പ്രസ്താവന കേട്ട് ഞെട്ടി. ഇങ്ങനൊരു പതിവ് ബി.ജെ.പിക്ക് ഇല്ലല്ലോ, സ്വയം സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രഖ്യാപനം. സാധാരണ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണല്ലോ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രസിഡന്റാക്കിയത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് ഇറക്കിയത് തന്നെ. അത് മറ്റൊന്നുമല്ല, കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നേടാൻ കഴിയാത്ത വളർച്ച ബി.ജെ.പി നേടണം. അതിന് എന്തു വഴിയും സ്വീകരിക്കണം. കേരളത്തിൽ ബി.ജെ.പി അധികാരം പിടിക്കണം. രാജ്യത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി വളർന്നിട്ടും കേരളം മാത്രം ഒരു കീറാമുട്ടിയായി ബി.ജെ.പിക്ക് മുന്നിൽ നിന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ബി.ജെ.പി കേരളത്തിൽ വളരാത്തത് എന്ന് കണ്ടെത്തണം. രാജീവ് ചന്ദ്രശേഖർ എത്തി, ഒരു ഓളമുണ്ടാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ആവേശം ജനങ്ങളിലുണ്ട്. അടുത്തതായി കേരളത്തിൽ നടക്കാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 30-ലധികം സീറ്റുകൾ പിടിക്കണം. ഇതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ചിലപ്പോൾ അത് ഒരു അമിതമായ ആത്മവിശ്വാസമായിരിക്കാം. പക്ഷേ അതിന്റെ ആദ്യ സൂചന, വിജയം ഉറപ്പിച്ച ഒരു മണ്ഡലം ആയി ബി.ജെ.പി കണക്കാക്കുന്നത് നേമമാണ്. കഴിഞ്ഞതിന്റെ മുൻപത്തെ തവണ ഒ രാജഗോപാലിലൂടെ ആദ്യമായി ബി.ജെ.പി കേരളത്തിൽ താമര വിരിയിച്ച മണ്ഡലം. ആ മണ്ഡലത്തിൽ ഒരു വിജയിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ വേണം. അതിൽ ഇന്ന് യോഗ്യൻ മറ്റാരുമല്ല, രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് അവിടെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അനുവാദം നൽകേണ്ടത് പാർട്ടി കേന്ദ്ര നേതൃത്വമാണ്. രാജീവ് ചന്ദ്രശേഖർ താൻ അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവിനോട് അങ്ങനെ പറയാൻ പറഞ്ഞത് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വമാണ്. നേമത്ത് തുടങ്ങുന്ന തേരോട്ടം അത് കേരളത്തിലെ ഏകദേശം 30ഓളം മണ്ഡലങ്ങളിൽ വലിയ വിജയത്തിലുള്ള തുടക്കമാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ തന്നെ ആകെ അങ്കലാപ്പിലായിരിക്കുന്നു ഇടതു മുന്നണിയും വലതു മുന്നണിയും. കഴിഞ്ഞ തവണ വി ശിവൻകുട്ടി എന്ന നേതാവ് ജയിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ തവണ കെ മുരളീധരൻ എന്ന കോൺഗ്രസിന്റെ ഏറ്റവും സ്വീകാര്യനായ നേതാവ് അവിടെ മത്സരത്തിന് വന്നുകൊണ്ട് മാത്രമാണ്. തൊട്ട് മുൻപ്, അതായത് 2016 UDF നേടിയത് 16,000-ഓളം വോട്ട്. കഴിഞ്ഞ തവണ അത് 22,000 വോട്ട് വർദ്ധിപ്പിച്ച് 35,000, 36,000 വോട്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ 20,000 വോട്ടിൽ 15,000-ഓളം വോട്ട് ബി.ജെ.പിക്ക് നഷ്ടമായി. അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ ബി.ജെ.പി സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടത്. എന്നാൽ ഇക്കുറി കെ മുരളീധരൻ നേമത്ത് മത്സരിക്കാൻ എത്തില്ല. ആത്മഹത്യ ചെയ്യാൻ ഇനി മുരളീധരനെ കിട്ടില്ല. മുരളീധരൻ അല്ലെങ്കിൽ വേറെ ഏത് നേതാവ് നേമത്ത് മത്സരിക്കും? നേമത്ത് മത്സരിക്കാൻ രമേശ് ചെന്നിത്തല എത്തുമോ? നേമത്ത് വി ഡി സതീശൻ മത്സരിക്കുമോ? നേമത്ത് ധൈര്യമുണ്ടെങ്കിൽ കെ.സി. വേണുഗോപാൽ മത്സരിക്കുമോ? ഈ നേതാക്കന്മാരൊന്നും നേമത്ത് മത്സരിക്കില്ല. ഏതെങ്കിലും രണ്ടാം കിട നേതാവ് നേമത്ത് മത്സരിക്കും. കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ പകുതി വോട്ട് മാത്രം കിട്ടും. വി ശിവൻകുട്ടി കഴിഞ്ഞ തവണ സ്വീകാര്യനാണ്. നേമം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും സ്വീകാര്യനായ ഒരു നേതാവ് ശിവൻകുട്ടി തന്നെയാണ്. ശിവൻകുട്ടിയുടെ ശാരീരിക അസ്വസ്ഥതകൾ നമുക്കറിയാം. ഇനി ഒരു തവണ മത്സരിക്കാനും മത്സര രംഗത്ത് ഓടി നടക്കാനും ഒക്കെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാവുന്നത്. ആ ശിവൻകുട്ടി എന്തായാലും ഇനി 2026 തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കില്ല. പകരം ആര്? ആനാവൂർ നാഗപ്പന് മത്സരിക്കാൻ പറ്റും. ഇനി പി.കെ. പ്രശാന്ത് വന്ന് മത്സരിക്കുമോ? വട്ടിയൂർക്കാവ് കൂടി പോകും. ഇനി ഉണ്ട് ആര്യ രാജേന്ദ്രൻ, പറഞ്ഞു കേട്ട പേര്, നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനൊക്കെ മത്സരിച്ചാൽ രാവിലെ 9:30 തന്നെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ബി.ജെ.പി കൊടുത്തത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. നേമത്തിലൂടെ ബി.ജെ.പി കേരളത്തിലെ ഇടത് വലത് മുന്നണിക്ക് കൊടുത്തത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിനെ, രാഷ്ട്രീയക്കാരനെ എതിരിടാൻ പറ്റിയ ഏത് നേതാവിനെ നിങ്ങൾ രംഗത്തിറക്കും? തലപുകഞ്ഞ് ആലോചിച്ചു തുടങ്ങി തിരുവനന്തപുരത്ത് CPM. ഒരു നേതാവിനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ പ്രാദേശികമായുള്ള ഒരു നേതാവിനെ ഇറക്കിയാൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു നേതാവിനെ തറപറ്റിക്കാൻ പറ്റുമോ? കഴിഞ്ഞ തവണ ശശി തരൂർ ആയതുകൊണ്ടും തീരദേശ മേഖലകളിൽ വർഗീയ ധ്രുവീകരണം നടത്തി ജാതി വോട്ട് പിടിച്ചതുകൊണ്ട് മാത്രമാണ് ലോക്സഭയിൽ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത്. അപ്പോൾ നിയമത്തിലൂടെ ബി.ജെ.പി കൊടുത്തിരിക്കുന്നത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. നിയമത്തിൽ നിയമം ഒരു തുടക്കമാണ്.
ബി ജെ പിയുടെ തേരോട്ടത്തിന്റെ തുടക്കം.